ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗൾഫ് ബസാർ കരുളായി. മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി. പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി. ജഗത്തിനെ നയിക്കും ഉലകത്തെ നയിക്കും തിരുലോക പരിപാലനായകനെ ഇളം തളിരാഭൂമി ഇളം തലമുറയ്ക്കായി എന്നുമെന്നും അനുഗ്രഹം ചൊരിയണമേ, എന്നുമെന്നും അനുഗ്രഹം ചൊരിയണമേ. പതിവായി വിളങ്ങും പരിശുദ്ധ മനസ്സും അതിലേറെ പഠിക്കാൻ സന്മനസ്സും സത്യവും സൽബുദ്ധിയും സൽക്കർമ്മവും ചെയ്യുന്നവരായി എന്നുമെന്നും ഞങ്ങളെ നീ മാറ്റിടണേ, എന്നുമെന്നും ഞങ്ങൾ ടീച്ചർ എന്നും വന്ന് കരയും. എന്തായാലും ടീച്ചർക്കും ഇപ്പോ ഈ ഒരു നല്ലൊരു സന്തോഷമാണ് ടീച്ചറുടെ മുഖത്ത് ഉണ്ടായത്. ഇപ്പൊ അംഗനവാടിയുടെ ഒരു ഉദ്ഘാടന കാര്യങ്ങളൊക്കെ ടീച്ചറോട് പറഞ്ഞപ്പം ടീച്ചർക്ക് നല്ലൊരു സമാധാനത്തോടെയുള്ളൊരു ചിരിയാണ് ടീച്ചർക്ക് എന്തായാലും ഉണ്ടായത്. എന്തായാലും എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഈ അംഗനവാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. കരുളായി പഞ്ചായത്തിലെ കുളവട്ടം അംഗനവാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗ് പ്രവൃത്തി വരെ പൂർത്തീകരിച്ചത്. പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ചാണ് ചുറ്റുമതിലടക്കം നിർമ്മിച്ച് അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി. റോഡിന്റെ അരികിൽ തന്നെയുള്ള ഈ അംഗനവാടി കെട്ടിടത്തിന്റെ ഒരു ശാപമോക്ഷമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നത്. വർഷങ്ങളായി നമ്മൾ ഇതിന്റെ ഫണ്ട് വെച്ച് പ്ലാൻ ഫണ്ട്, പഞ്ചായത്തിന്റെ ഫണ്ട്, അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഫണ്ട്, അതുപോലെ ബഹുമാന്യനായ എക്സ് MLA PV അൻവർ അദ്ദേഹത്തിന്റെ ഫണ്ട്, ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് നല്ല മനോഹരമായ ഒരു കെട്ടിടവും അതുപോലെ ചുറ്റുമതിലും ഗേറ്റും ഒക്കെയായി ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് കുളവട്ട പ്രദേശത്തെ 13ാം വാർഡിലെ തന്നെ രഹനത്ത് തന്നെ സംബന്ധിച്ചിടത്തോളം തന്റെ പേര് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ 5 വർഷക്കാലത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പടിയിറങ്ങുന്നത് എന്നുള്ളത് മെമ്പറെ സംബന്ധിച്ചും ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചും വളരെയധികം ഒരു സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ മുഹൂർത്തമാണ്. സൂചിപ്പിച്ചതുപോലെ ഒരു പ്രദേശത്തിന്റെ കുട്ടികളുടെ മാത്രം വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രമല്ല. ഈ പ്രദേശത്തെ ചെറിയ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ തൊട്ട് വയോജനങ്ങൾ വരെയുള്ളവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യരംഗത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഈ ഒരു അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എല്ലായിടത്തും നടക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ 3 വയസ്സിന് താഴെയുള്ളവർക്ക് കുത്തിവെപ്പ് നടക്കുന്നത് മിക്കവാറും പല സ്ഥലങ്ങളിലും അംഗനവാടികളൊക്കെ വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ കൗമാരക്കാരായിട്ടുള്ള ആളുകൾ അംഗനവാടിക്ക് കഴിഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കൗമാരക്കാരായ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം അത് ഈ അംഗനവാടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പിന്നെ ഗർഭിണികളായി കഴിഞ്ഞാൽ ഗർഭിണികളുടെ ആരോഗ്യ സംരക്ഷണം, മറ്റ് മുതിർന്നവരാണെങ്കിൽ അവർക്കുള്ള ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ ജാതി മത ഭേദമന്യേ ഒത്തുകൂടാനും ചർച്ച ചെയ്യാനും സമൂഹത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു കേന്ദ്രം എന്നുള്ള നിലക്കാണ് എല്ലാ പ്രദേശങ്ങളിലും. സമിതി അധ്യക്ഷൻ സിദ്ദിഖ് വടക്കൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PK റംലത്ത്, മെമ്പർമാരായ റഹ്നത്ത് ഹന്ന, ഷറഫുദ്ദീൻ കുളങ്ങര,
വിപിൻ കരുവാടൻ, പി ഹസീന, സൗമ്യ കൃഷ്ണൻകുട്ടി, ICDS സൂപ്പർവൈസർ രജനി. ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായിട്ട് അംഗൻവാടിയിൽ വന്നപ്പോൾ അംഗൻവാടിയുടെ ചുറ്റും കുറെ കല്ലുകൾ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ആ മുക്കിലുണ്ട് കുറെ കല്ലുകൾ. കുട്ടികൾ ഇവിടെ കക്കോടൻ, ബി വേണുഗോപാൽ, AL MSc അംഗം ഇർഷാദ് കക്കോടൻ, വർക്കർ ശോഭന എന്നിവർ സംസാരിച്ചു. KL 71 ന്യൂസ്, കേരള.